തുടങ്ങണ്ടേ? അപ്പൊ ഇൻട്രോ ഏതിന്റെ ഇൻട്രോ? വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് ആവണ്ട. ആരാണ് പഠിപ്പിച്ചു സൂക്ഷ്മതയൊക്കെ നോക്കി ആരാണ് പഠിപ്പിച്ചു കൊടുത്ത്? ഇന്നത്തെ കണ്ടന്റ് എന്തായിരുന്നു? ഇതാണ് എന്റെ സൂര്യാനന്ദന്റെ ബർത്ത്ഡേ. നമ്മ ഒരു കാര്യം പറയാൻ എപ്പിസോഡ് പറഞ്ഞില്ല. ആ എപ്പിസോഡ് ഇൻട്രോ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ നടുപ്പിൻ നായകൻ സൂര്യ. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യ ഫാനാണ്. അപ്പൊ പറഞ്ഞ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓരോ പാട്ടായിരിക്കും പുള്ളിനെ കണ്ടൊരു ഇഷ്ടപ്പെടും. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു മറ്റേ മാസ് ഹീറോ ടൈപ്പ് പരിപാടിയല്ല കൂടുതലും തമിഴ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ. കാരണം അത് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണ് കൂടുതലും. അപ്പൊ പുള്ളിയുടെ എനിക്കൊരു ഓർമ്മ ഉള്ളത്, എനിക്ക് കണ്ടതിലൊരു ഓർമ്മ ഉള്ളത് വാരണായിരമാണ് ഫസ്റ്റ് കണ്ട പടം പോലൊരു ഓർമ്മ ഉള്ളത്. എനിക്ക് തോന്നുന്നു മറ്റേ CD എന്തോ തന്നിട്ട് അടുത്ത വീട്ടിലൊരു ചേട്ടൻ CD തന്നിട്ട് അന്ന് നമുക്ക് മറ്റേ നമ്മള് കളർഫുൾ പടങ്ങള് കാണുന്ന സമയമാണ്. അപ്പൊ പുള്ളി വന്നിട്ട് എനിക്ക് മറ്റേ തുടക്കത്തിലൊരു സീക്വൻസ് ഉണ്ട് വാരണായിരത്തിന്. സൂര്യ പട്ടാൾക്കാരനാണ്, മകനായിട്ടുള്ള സൂര്യ പട്ടാൾക്കാരനാണ്. എന്നിട്ട് എന്തോ ഒരു ഇതിന് പോകുമ്പോഴാണ് മറ്റേ അച്ഛൻ മരിച്ചെന്ന് അറിയണത്. അപ്പൊ ആ പോർഷൻ കണ്ടിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് ആ സിനിമ. എന്നിട്ട് കാരണം അത് നമുക്ക് മനസ്സിലാവുള്ളത് പടം എന്നിട്ടാണെന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ പടം ഫുള്ളിരുന്ന് കാണുന്നത്. അപ്പോഴാണ് ഇതിലാണ്. പക്ഷെ അത് ഇപ്പൊ റീവാച്ച് ചെയ്താലും ആ പടം വേറൊരു മൂടുള്ള അതെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറയണ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല്, വിജയ് ഫാൻസിന്റെ അടുത്താണെങ്കിൽ അതൊരു ഇതായിട്ട് പറഞ്ഞല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ ആ പടം ആൾക്കല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, സൂര്യക്കല്ലാണ്ട്. കാരണം ഒരു 10, 18, 19 വയസ്സ് തൊട്ട് 60, 65 വയസ്സ് വരെ ആ പടത്തിൽ കാണിക്കുന്നുണ്ട് 2 റോളായിട്ട്. അപ്പൊ അത് പക്ഷെ സൂര്യക്ക് മാത്രം പറ്റുന്ന കുറെ കാര്യങ്ങൾ. ഗജനി മറ്റേ ഇത് ഓർമ്മ പോണ പരിപാടിയുള്ള അത് വെച്ചാ അമീർ ഖാൻ ചെയ്തിട്ടുണ്ട്. അത് അമീർ ഖാൻ തന്നെ പറഞ്ഞ സാധനമാണ് സൂര്യയുടെ ലെവല് പിടിക്കാൻ പറ്റണല്ലോ. അപ്പൊ അത് ആള് ഗ്രേറ്റസ്റ്റ് ഇതാണ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത് പടം കൊമേഴ്ഷ്യലും ആണ്, അല്ലാണ്ട് അതൊരു അഭിനയ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനമല്ല, ഓഫ് ബീറ്റ് പരിപാടിയല്ല. പുള്ളി അത് ആ സീൻ എപ്പോഴും കണ്ട എനിക്ക് മറ്റേ അതില് ഒരു ഫേവറേറ്റ് സീൻ എന്ന് പറഞ്ഞാല് ഗജനിയില് ഈ സൂര്യ മറ്റേ അമ്മയ്ക്ക് വേണ്ടെന്ന് കള്ളം പറഞ്ഞിട്ട് പോണൊരു സാധനമുണ്ട്. അപ്പൊ അസീം ആ പൈസ കൊണ്ട് കൊടുത്തിട്ട് മറ്റേ കാർ വിറ്റെന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ ശരിക്കും നമുക്ക് മറ്റേ ആ ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് മരിക്കുന്നത്. പിന്നെന്ന് വെച്ചാല് അതില് അസിനെ കാണുന്ന ഒരു സീനില്ലേ, മറ്റേ പിള്ളേരെ ഗേറ്റ് എടുത്തിയല്ല വേറൊരു ഇവനിങ്ങനെ നോക്കി പോണ ഒരു സാധനമാണ്. അത് മറ്റേ സീന് മറ്റേ എന്നിട്ടാണ് സൂര്യ ബിസിനസ് കാരനാണല്ലോ. എന്നിട്ട് മറ്റേ വരുമ്പോ ഇവള് മോഡലാണ് പരസ്യം. അപ്പൊ മറ്റേ എന്നിട്ടാണ് ചാൻസ് ഒരു വിളിക്കാന്ന് പറഞ്ഞോട് സൂര്യ നടന്നോണം. അത് അടിപൊളി. അത് മറ്റേ ആ ടൈമില് റീല് ചെയ്യുന്നതും സൂര്യയുടെ മറ്റേ കമ്പാരിസൺ ചെയ്യാൻ തോന്നുന്നു. കാരണം ഒരേ കഥ, രണ്ടാൾക്കാർ, ഒരേ ഡയറക്ടർ. പക്ഷെ അതില് തന്നെയാണ് ബിജിഎമ്മും പിന്നെ സൂര്യയുടെ എക്സ്പ്രഷനും അതെപ്പോഴും മുന്നിൽ നിൽക്കുന്ന അമീർ ഖാൻ ബെസ്റ്റ് ആക്ടറാണ്. പക്ഷെ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റൂല. അതിനേല് മോളില് സൂര്യാണ് നിൽക്കുന്ന ഒരു സാധനമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. ഇപ്പൊ മറ്റേ ഈ കുഞ്ഞിക്കൂനന്റെ റീമേക്ക് പുള്ളിയാണ് ചെയ്തേക്കണേ, പേരെടുക്കാൻ എന്ന് പറഞ്ഞ പടം. പിന്നെ എനിക്ക് തോന്നുന്നു ആള് ചെയ്ത പടങ്ങളും അധികം ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു 48 പടം എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ അത്രയും സെലക്റ്റീവ് ആണ്. പിന്നെ ആള് കൊറേ എക്സ്പെരിമെന്റ് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു സിംഗം 2 ഒക്കെ കഴിഞ്ഞിട്ട് സിംഗം 2 കഴിഞ്ഞ് സിംഗം 3 ഉണ്ടായിരുന്നു. അത് ആവശ്യമില്ലാതെ 3 ആയിരുന്നു. പക്ഷെ സിംഗം കഴിഞ്ഞ് പിന്നെ മാസ് അങ്ങനെ കുറച്ച് മാസ് ഒരു വെറുതെ കണ്ടിരിക്കാൻ. പുള്ളി എന്ന് പറഞ്ഞാല് എല്ലാ മറ്റേ സാധനം ഉണ്ടല്ലോ, എനിക്ക് ആ സമയത്ത് തോന്നിച്ചാൽ എല്ലാ ജോണറും എനിക്ക് ചെയ്യണം എന്നുള്ളതില്. മാസ് ഒരു ഹൊറർ പരിപാടി പോലത്തെ സാധനം, പക്ഷെ ഹൊറർ കോമഡിയാണ്. അപ്പൊ പക്ഷെ അതിലൊരു മറ്റേ കൊറേ പ്രേതങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര ഓവർ സാധനമാണത്. പിന്നെ അതിന്റെ ഇടയില് അഞ്ചാന് അത്
സ്റ്റൈല് അതെനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റൈലിഷ് പടമാണ് സൂര്യയുടെ. അത് പറഞ്ഞാല് ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അതെ, ടൂത്ത് പിക്ക് വായന്നെടുക്കണം, പിന്നെ മാല 1 രൂപയുടെ. അത് മറ്റേ സ്റ്റോറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഫാൻസി സ്റ്റോറിലൊക്കെ ഇട്ട് നടക്കലും ഹെയർ സ്റ്റൈല്. അപ്പൊ അത് നല്ല അതില് മറ്റേ എന്തുകൊണ്ടാ ഇതില്ലേ ആ കളറ് എൻട്രി, മറ്റേ ടോർച്ച് കത്തിച്ചോണ്ടായിരുന്നു. അതൊരു കിട്ടില്ല സാധനമാണ്. മറ്റേ അതിലൊരു ഇതുണ്ട്, രാജു നെയ്, മറ്റേ സൂര്യനെ വേഷം മാറി വരുമ്പോ മറ്റേ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞ മറ്റേ കട്ട്സ് കാണിക്കും. അത് ഒന്നും പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു പടം ഫ്ലോപ്പ് ആണെന്നാണ് എന്റെ അറിവ്. കേരളത്തിൽ നിന്ന് പിന്നെ കളക്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു പിന്നെ റീ റിലീസും വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. പക്ഷെ കേരളത്തിലുണ്ടായിരുന്നു. കാരണം അത് എനിക്ക് തോന്നുന്നു പലർക്കും മറ്റൊരു മിക്സഡ് നെഗറ്റീവ് അഭിപ്രായം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊമേഴ്ഷ്യൽ പടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി അത് കഴിഞ്ഞ് 5 കഴിഞ്ഞ് കൈ വിട്ടു പോയ പോലത്തെ സാധനമാണ്. 24 നല്ല പടമായിരുന്നു. പക്ഷെ അതെനിക്ക് തോന്നിയിരുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഹോളിവുഡിലെ അങ്ങനത്തെ പടങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണ സാധനമുണ്ട്. കാരണം ഒരു കാരണം ചിലപ്പം അത് തിയേറ്ററിൽ കാണാത്തോണ്ടായിരിക്കും ഹോളിവുഡിലെ അങ്ങനത്തെ പടങ്ങളൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് ഇപ്പൊ 24 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുത്തു വെച്ച് നോക്കിയാലും ക്വാളിറ്റി മേക്കിംഗ് ഉള്ള പടാ. DOP ആണെങ്കിലും അങ്ങനെ ഒരു ഗുണമുണ്ട്. പടത്തില് ക്വാളിറ്റിയില് പ്രശ്നം ഉണ്ടാവൂല. അപ്പൊ ആ പടം ആളുടെ തന്നെ പ്രൊഡക്ഷനാ. ആ പടം വന്നിട്ട് ഇപ്പൊ നമ്മള് VFX എന്തെങ്കിലും ഒരു തരത്തിൽ ആ ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറ്റം പറയാം. പക്ഷെ അത്രയും ക്വാളിറ്റിയിൽ വന്ന പടത്തിനെ ആ സമയത്ത് തള്ളിക്കളഞ്ഞിട്ട് അതിലെന്ന് കൈവെട്ടി ഇന്റർവെല് എന്ത് സംഭവിക്കും. പക്ഷെ കഥ ഭയങ്കര സിമ്പിളാ, കോംപ്ലക്സ് അല്ല. ടൈം ട്രാവൽ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് മനസ്സിലാവുമല്ലായിരിക്കും. അപ്പൊ അതെനിക്ക് ആ സമയത്ത് എല്ലാവരും കൈവിട്ട് കളഞ്ഞിട്ട് പിന്നെ ഭയങ്കര വാഴ്ത്തിപ്പാടുള്ള സൂര്യ അങ്ങനത്തെ അതെനിക്ക് ഒരു സാധനത്തിന് അക്സെപ്റ്റ് ചെയ്യുമ്പോ നമ്മളിപ്പോ ബിഗ് ഒക്കെ പറഞ്ഞ ഒരു സാധനമാണ്. അക്സെപ്റ്റ് ചെയ്യണ സമയത്ത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അങ്ങോട്ട് ആൾക്ക് പരാജയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ TSK സൊടക്ക് അത് ആ പാട്ടോത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു NGK എന്ന് പറഞ്ഞൊരു പടം വന്നു. അതെന്നൊക്കെ പറഞ്ഞാല് ആള് മറ്റേ മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രാവശ്യം ഒന്നും കണ്ടാ പോരാ. അപ്പൊ അതെനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഒരു 10 വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിലൊക്കെ ചിലപ്പോ സംസാരിക്കപ്പെടാം എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ സെൽവരാഘവനാണ് അതിന്റെ ഡയറക്ടർ. പുള്ളി കുറച്ചും കൂടി സീരിയസ് രീതിയിലുള്ള സിനിമകളാണ്. അപ്പൊ ആ സമയത്ത് ഹൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി കാർത്തിലൊരു പടമൊക്കെ ഉണ്ട് 1000 എന്ന് പറഞ്ഞിട്ട്, മറ്റേ നിധി അടി പോണ പോലത്തെ. അപ്പൊ ആ ഡയറക്ടർ കുറെ ഗ്യാപ്പ് എടുത്തിട്ട് വരണതാണ്. അപ്പൊ സൂര്യൻ കൂടി വരണമെന്ന് പറഞ്ഞിട്ട് ആ പടം ഫ്ലോപ്പാണ്. അപ്പൊ പുള്ളി അങ്ങനെ കുറെ ട്രൈ ഔട്ട് ചെയ്തിട്ട് പുള്ളി പിന്നെ കൊമേഴ്ഷ്യൽ ചെയ്യാമോ നോക്കുമ്പോഴും കൈ തോന്നും. മറ്റേ ട്രീറ്റ്മെന്റ് അത് എനിക്ക് തോന്നുന്നു അതൊരു പടം എന്താണ് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നടക്കുന്ന ഒരു സാധനമാണ് അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷെ അത് വേറൊരു രീതിയില് അതിനെ അവര് മേക്ക് ചെയ്തതാണെങ്കിലും അതെ സാധനത്തിന്റെ പ്രശ്നമായിരിക്കണം. പക്ഷെ നമ്മളപ്പോ മറ്റേ സാധനം എനിക്കോ സൂര്യ വന്നാലും ഇത് ഹിറ്റടിക്കണില്ലല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഹൈ കിട്ടിയത് മറ്റേ സൂറയ് പോട്ടർ, അത് ജയ്ബീം അത് OTT ആണ് വന്നത്. പക്ഷെ ജയ്ബീം OTT രണ്ടും OTT ആയിരുന്നു. ജയ്ബീം എനിക്ക് സൂറയ് പോട്ടർ എനിക്ക് കൂടുതലും കൂടി ഇഷ്ടമായത്. എനിക്കും അതെ വെച്ചാല് സൂറയ് പോട്ടർ കുറച്ചുകൂടി ഒരു മോട്ടിവേഷണൽ സാധനമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭയങ്കര മറ്റേ ഫീലാവും ഭയങ്കര. അത് സൂര്യ നായകൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നിയാൽ ഇപ്പൊ പല ആൾക്കാരും പക്ഷെ സൂര്യയുടെ പോർഷൻസ് ഒരു വല്ലാത്തൊരു ഫീലാണ്. പാട്ടൊക്കെ ഉണ്ട് മറ്റേ ഇവരെ കൊണ്ട് മൂന്നാറിലൊക്കെ പോകുന്നിടത്ത് അത് ഭയങ്കര ഫീലുള്ള സാധനമാണ്. അത് വെച്ചാല് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ അതില് വക്കീലന്മാര് ഇത് ചെയ്യുമല്ല, സമരം ചെയ്യുമ്പോ അത് എനിക്ക് പുള്ളിനെ അതില് പെർഫോമൻസിൽ എല്ലാരും പറഞ്ഞ സാധിച്ചാല് ഈ ലാസ്റ്റില് ജോമോളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മഴയത്ത് നിക്കണ ഒരു സാധനം എല്ലാരും ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നി എവിടെന്ന് വെച്ചാല് അതിന് മുമ്പ് ഈ കേസ് ജയിച്ചെന്ന് പറയുന്ന ഒരു സാധനം, വിധി വരെ സാധനം. അപ്പൊ ആളുടെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. കാരണം എനിക്ക് മറ്റേ നീതി മേടിച്ച് കൊടുത്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഒക്കെ എനിക്ക് ചില ആളെ കൊണ്ടേ പറ്റുള്ളൂ. അത് പിന്നെ എനിക്ക് വരണ എനിക്ക് തോന്നുന്നു
ഇത് കോവിഡിന്റെ കോവിഡ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിലാണ് വരണത് സൂര്യപ്പൊട്ടും ജയ്ബി. അപ്പൊ അത് തിയേറ്ററിൽ കിട്ടേണ്ട ഒരു സാധനമായിരുന്നു. മറ്റേ ആരാണ് മല്ലു അനലിസ്റ്റ് എന്ന് മറ്റേ പ്രഡിക്റ്റബിൾ ആയി പോയി. അച്ഛൻ മരിച്ചിട്ട് വയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് വരണത്. പക്ഷെ പറഞ്ഞാൽ ഫ്ലൈറ്റ് മരിച്ചോ, ഫ്ലൈറ്റ് കിട്ടൂല. പക്ഷെ സീൻ ഉണ്ടല്ലോ, അപ്പൊ ആ സീന് അച്ഛൻ മരിച്ച് വന്ന് അവിടെ നിന്ന് കരഞ്ഞ് അതെനിക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി തോന്നി. പിന്നെ അച്ഛൻ മരിക്കുമ്പോ എനിക്ക് വേറെ ആരോ കമന്റ് രണ്ട് ഫ്ലൈറ്റ് 2 പ്രാവശ്യം പുറത്താലോ അതൊക്കെ അത് കുറച്ച് അംഗ സാധന. കാരണം എനിക്ക് പക്ഷെ മറ്റേ ഇത് ചെല്ലുമ്പോ പറയൂലേ എക്കണോമി ടിക്കറ്റ് ഇല്ല ബിസിനസ് ക്ലാസ് ഉള്ളൂ എന്ന് പറയുമ്പോ ആളുടെ ഒരു അത് വെച്ചാൽ അതില് സൂര്യ പറയുന്ന കാര്യങ്ങള് നമ്മളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ 100 രൂപയ്ക്ക് കിട്ടുന്ന ബിരിയാണി 5 സ്റ്റാറില് അതേ ടേസ്റ്റോട് കൂടി 150 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസക്ക് അവര് വിൽക്കും. അപ്പൊ അതേപോലെ എന്തുകൊണ്ട് സാധാരണക്കാർക്ക് കൊടുത്തൂടാന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ അത് റിയൽ സ്റ്റോറിയാണ്. ബയോപിക് അല്ല, അതിന്റെ ഒരു ആളുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ബാക്കി ഫിക്ഷണൽ കുറെ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയ് ഭീം അടുപ്പിച്ചോ. പക്ഷെ അത് രണ്ടും കിട്ടില്ല മോഡൽ. പക്ഷെ തിയേറ്ററിൽ മറ്റേ സൂര്യ പോട്ടർ പക്ഷെ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അത്ര എനിക്ക് ചിലപ്പോ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം പറഞ്ഞാല് കൊമേഴ്ഷ്യൽ ഫൈറ്റോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു സാധനം വരുമല്ലായിരിക്കും. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു അല്ല. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞാലും ചിലവർക്കൊരു നെഗറ്റീവ് നമ്മളടുത്ത് പറയാൻ തോന്നുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് എന്റെ ഫൈറ്റ് അല്ലെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് മാത്രം ഉള്ളെങ്കിൽ പടം ഓടുമെന്ന് ചോദിക്കും. പക്ഷെ എന്ന് പറഞ്ഞാല് ചിലപ്പോ അത്ര ഹൈപ്പിലോ അല്ലെങ്കിൽ സൂര്യയുടെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ നല്ല പടമാണെന്ന് പറയും. ഡൗൺ ആയിട്ട് ഇത് ലിജോടെ മലൈക്കോട്ട വാലിബൻ. അപ്പൊ അതൊരു പറയാൻ പറ്റൂല. നല്ല പടമായാലും എനിക്ക് നല്ല വർക്കായ മറ്റേ സാധനം ഉണ്ടല്ലോ, മെജോറിറ്റി ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് വന്നാലേ കേറി പോവുള്ളൂ. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പടങ്ങളിൽ കുറവാണ് ആള് എടുത്തത്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു മേജർ സാധനം വരുന്ന വിക്രമല് റോളക്സ്. പക്ഷെ എനിക്ക് ഞാൻ ഫാൻ ഷോ കൊണ്ട് ഞാൻ അത് കണ്ടു തോന്നിയത് സൂര്യ ഇങ്ങനെ ഗസ്റ്റ് റോളോ പറഞ്ഞോ എല്ലാവർക്കും ഇഷ്ടമാണ്. സൂര്യ മറ്റേതല്ലേ മമ്മൂക്കാരൻ ഗസ്റ്റ് റോള് പോവില്ലേ, ആ പരിപാടിയാ. ഗസ്റ്റ് റോള് കിട്ടില്ലായിരിക്കും. പക്ഷെ അപ്പൊ ഞാനിക്കും ഈ മച്ചാരെ കാണിക്കും ആൾക്കാരൊക്കെ ഇത്ര ഒച്ച ഇഷ്ടമാണ്. പക്ഷെ ഇയാൾ ഒറ്റയ്ക്ക് പടം വരുമ്പോ എന്താ പ്രശ്നം? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു അട്ടർ അടിയനാളെ കയ്യിൽ നിന്ന് പോയത് കങ്കുവ റെട്രോ. പക്ഷെ എനിക്ക് തോന്നുന്നു കങ്കുവ വെച്ച് നോക്കുമ്പോ റെട്രോ നല്ല പടാ. കങ്കുവ പക്ഷെ നമ്മ ന്യായീകരിക്കണമല്ല, അത് അങ്ങനെ കാണണം. പക്ഷെ എവിടെ കയ്യിൽ നിന്ന് പോയത് കൊറേ അലർച്ചി അത് നമ്മള് പറയുമ്പോ കുറച്ച് ഇതായിട്ട്. എന്റെ ഫ്രണ്ട് പടം കാണാൻ പോയിട്ട് നമ്മൾ പടം മോശമാവും, നമ്മ ഉറങ്ങണം എന്ന് വിചാരിക്കും. ഉറങ്ങാൻ സമ്മതിക്കൂല, സൂര്യ അലറുന്ന്. അപ്പൊ സൂര്യ അത്ര വല്ല അലർന്നുണ്ട് ആ പടത്തില്. മറ്റേ എവിടെ നിന്നൊക്കെ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് തൊട്ടടുത്തുള്ള 5 ദ്വീപാ കുറച്ച് ഒരു ഇത്ര ഡിസ്റ്റൻസിലുള്ള ദ്വീപുകള് പല കാലാവസ്ഥ. ഒരിടത്ത് മഞ്ഞാണെങ്കിൽ ഒരിടത്ത് അഗ്നിപർവ്വതം, മറ്റേ ചൂട്. ഇതല്ലേ ഇത് ഭൂമിയിലല്ലേ. അപ്പൊ അത് കയ്യിന്ന് പോയ സാധനം. കാരണം ഭയങ്കര ഹൈപ്പിൽ വന്നു, നല്ല ബിഗ് ബഡ്ജറ്റ് പടമായിട്ട് വന്ന് മറ്റേ ആദ്യത്തെ ഒരു 10-30 മിനിറ്റ് ആകുമ്പോ തന്നെ നമ്മ പടം വെറുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് റെട്രോ പക്ഷെ എനിക്ക് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വരെ നല്ല പടമായിരുന്നു. മീൻസ് അത് വെച്ചാല് പുള്ളി കാർത്തി സുബ്രായന്റെ ജിഗർദണ്ഡയുടെ ബ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ, അതേ സെയിം ഒരു പൊളിറ്റിക്കൽ പരിപാടി നാളെ അതിൽ പറയാൻ നോക്കിയത്. പക്ഷെ നാളത് പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായില്ല. അല്ല മറ്റേ സാധനം ഒരു ഇത്ര ഒരു ജനതയുടെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അത് ഈ രീതിയിലല്ല പറയേണ്ടത്. പിന്നെ അതിലല്ലേ നമ്മ കാണാൻ പോയിട്ട് ലാസ്റ്റ് തിയേറ്ററിൽ ഇരിക്കണ ഒരു ചിരി. അപ്പൊ അതില് സൂര്യ എന്താണ് എല്ലാരും ചിരിക്കുമ്പോ സൂര്യ നോക്കണം. ഇതുപോലത്തെ സംഭവം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മുന്നില് ഒരു കപ്പിൾസ് ചെക്ക ഇറങ്ങി നിക്കണ്. അറിയോ എന്താണ് എടുക്കാൻ മറന്നല്ല, തിരിച്ചു വന്നിട്ട് അതിനെ കൊണ്ട് പോയിക്കണം. അത് കണ്ടിട്ട് തിയേറ്റർ
തിയേറ്റർ ഫുള്ള് ചിരി. ചിരിക്കണ ആൾക്കാര് സിനിമയിൽ എനിക്ക് മറ്റേ സാധനല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. സൂര്യ ഇതിപ്പോ സൂര്യടാ ഇതെന്ന് പറഞ്ഞാല് ഇവരൊക്കെ ചിരിച്ചല്ല, കണ്ടന്റ് വേറെയാണ്. സൂര്യ ഇവരതിങ്ങനെ ചിരിക്കണം സൂര്യ ചിന്തിച്ച് ഇതേ ചിന്തന നമുക്ക്. അതല്ല, നീ എന്റെ അടുത്ത് ചിരി കൂടിക്കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചിരിഞ്ഞിട്ട് ചിരി. അത് പക്ഷെ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് വർക്കായ സാധനം ഉണ്ടാ. കാരണം എന്നിട്ടാണ് സൂര്യയുടെ ഒരു ലുക്കും വെറുതെ ഇങ്ങനെ വലിച്ച് നീട്ടി അവസാനം രക്ഷകൻ ഞാൻ മറ്റേ വിജയ് വിട്ടെങ്കിൽ ഞാൻ എടുക്കായി പോയത്. അത് മറ്റേ അതൊന്നുമില്ലടാ, പടം ഇറങ്ങിയിട്ട് ഇങ്ങനെ റിവ്യൂ ചോദിക്കാം പക്ക ട്രോളാ വിജയ് അടിയിലെ വിജയുടെ ഫോട്ടോ ഉണ്ട് ഫോണില്. ഇത് ശരിക്കും വിജയ്ക്ക് വരെ പടം സൂര്യ ചെയ്തു. അപ്പൊ വിജയുടെ ഫോട്ടോ അടി വെച്ചു ഞാൻ എന്ത് ചെയ്തടാ. അല്ല അത് എനിക്ക് തോന്നുന്നു ആ പടം ശരിക്കും പറഞ്ഞാലേ കൊറേ സാധനങ്ങൾ കൺവിൻസ് ആവാണ്ട് പോയതിന്റെയാണ്. ഇപ്പൊ മറ്റേ ഒരു ദൈവം പോലത്തെ ഒരു എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മറ്റൊരു വയറുമുള്ള. പക്ഷെ പറഞ്ഞാല് നമ്മളിത് കൺവിൻസ് ആയില്ലേ നമുക്കൊന്നും തോന്നൂല. അപ്പൊ അതിന്റെ ഒരു പക്ഷെ സൂര്യയുടെ സ്ക്രീൻ പ്രസൻസും പക്ഷെ കറുപ്പ് ഒരു അടിപൊളി. കറുപ്പ് ഒന്നാമത് അതിനൊരു ഇതുണ്ട്, ഡീഗ്രേഡിങ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇതാരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ സൂര്യ ഫാൻസ് ഉൾപ്പെടെ ആ സാധനം എന്ന് പറഞ്ഞാൽ ആർജ ബാലാജിയുടെ പടം, അതുകൊണ്ട് നമ്മൾ വന്നാ നല്ലതാണെങ്കിൽ കാണാം എന്നുള്ള ഫസ്റ്റ് ഡേ കാണും. പക്ഷെ പോരായ്മകളുണ്ട്. ഇന്റർവെൽ കിട്ടില്ല സാധനം ഇന്റർവെൽ അതേപോലെ കിട്ടില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു പറഞ്ഞാ ഞാൻ ഇന്നും കൂടി ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആ ക്ലൈമാക്സിലാണ് അങ്ങനത്തെ ഒരു പഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടായിരിക്കും തിയേറ്ററിൽ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കാരണം എനിക്ക് നമ്മൾ തിയേറ്ററിൽ നിന്നപ്പോ ഫസ്റ്റ് ഡേ നമ്മളാണ്. അപ്പൊ കാണുന്ന സമയത്ത് എനിക്ക് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ട്. നമ്മ ഇരുന്നിട്ട് ഇന്റർവെൽ കഴിഞ്ഞു മറ്റേ ഗോഡ് മോഡ് ബിഗിൻസ് കാണിക്കുമ്പോ ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് എന്തുന്നാണ്ട് ഇപ്പൊ കഴിഞ്ഞത്. അതൊരു ഓരോളമായിരുന്നു. അതെന്നുവെച്ചാല് അത് കൊറേ പേർക്ക് കിട്ടിയിട്ടില്ല തിയേറ്ററിൽ ഇരുന്നിട്ട് പോലെ. കാരണം അത് ശരിക്കും പറഞ്ഞ ഫാൻസിന് വേണ്ടി എടുത്ത പടമാണ്. കാരണം പറഞ്ഞാല് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു അവന് ഒട്ടും വർക്കായില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കളിക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവൻ പറഞ്ഞൊരു കാരണം എന്താണ്, സൂര്യ ദൈവമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ദൈവവും മനുഷ്യനും കോൺഫ്ലിക്റ്റ്. ആ സാധനം എങ്ങനെ സൂര്യ എന്ത് കാണിച്ചാലും ഇത് കൊറിയൻ സിനിമയിലൊക്കെ നടക്കുന്ന ഇപ്പൊ മറ്റേ എന്റെ ഫ്രണ്ട് പറഞ്ഞ സാധനം ഈ മറ്റേ ഒരു ആ സാധനമാണ് ഇപ്പൊ 24 വെച്ചാല് ഈ മറ്റേ സാധനല്ലേ ഒരു ആർച്ച് ദൈവത്തിന് പരിധിയുണ്ട്. പക്ഷെ തമിഴ്നാട്ടില് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ആ കൾച്ചർ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ സാധനം കൊറിയൻ പടങ്ങളിലുണ്ട്. ഒരു ഏരിയ കഴിഞ്ഞാൽ പവർ ഇല്ലാത്ത പരിപാടികള് ഇവിടെ വരുമ്പോ അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ മിക്സ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവിടത്തെ കാണിച്ചാൽ അവര് പറയും അത് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പക്ഷെ അതിലൊരു സീൻ ഉണ്ട്, മറ്റേ സൂര്യ മറ്റേ ഓടി വരുന്ന സാധനമില്ലേ, വാളും പിടിച്ചിട്ട് നേരെ ഓടി വരുമ്പോ ആളെ നേരിട്ട് കാണിക്കുന്നത് അതും ഗംഭീര സീനാണ്. രസമാണ്. മറ്റേ നടുക്കുന്ന വെട്ടി പോണ സാധനം ഉണ്ടല്ലോ ബീജം ശരിക്കും അനുരിത് ചെയ്യുന്ന അത്ര എത്തിയില്ല. പക്ഷെ ഇവൻ സായഭയങ്കർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഇന്റർവെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ആ സാധനത്തിന്. കാരണം അവിടെ ബീജം ലോയൊക്കെ അത് അതിൻ്റെ ഇത് വേറൊരു ലീഗാണ്. അപ്പൊ അത് ഒരു വേറെ മൂഡ് സാധനമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആള് അല്ല ഞാൻ ശരിക്കും കറുപ്പ് OTT ഇറങ്ങിയല്ല നല്ല ഊക്കിട്ടെന്ന് വിചാരിച്ചത്. കുറച്ച് നാളുണ്ടായില്ലേ. പിന്നെ പടത്തിന് ഇപ്പൊ ഞാൻ മറ്റേ സിംഗം റെഫറൻസ് പരിപാടിക്കില്ലേ, ഞാൻ വിളിച്ചു ചിലപ്പോ അതിനൊക്കെ ഇത് പടം കണ്ടിറങ്ങിയപ്പോൾ പോണ പഠിക്കാൻ പറഞ്ഞു OTT ഇറങ്ങുമ്പോ എന്തായാലും ഊക്ക് കിട്ടും. കുറെ നാളുണ്ട് ഞാൻ പക്ഷെ എന്റെ റീല് പക്ഷെ വരുന്നത് ഈ പോസ്റ്റ് ഇന്റർവെല്ല് പഞ്ച് അടിപൊളി. അപ്പൊ അത് എനിക്ക് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് വർക്കായിട്ടുണ്ടാവും. എനിക്കും എനിക്ക് മറ്റേ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാല് എന്തുണ്ടാന്ന് കൊറേ കളിയാക്കും പുള്ളിനെ. എന്ന് വെച്ചാല് പുള്ളിനെ പുള്ളിനെ പണ്ടേ കളിയാക്കലാണ് കുറെ സാധനങ്ങള്. അപ്പൊ പുള്ളി ഇത് ഹിറ്റില്ലാണ്ടിരിക്കുമ്പോ അതിലും കൂടുതൽ കളിയാക്കാണ്. അണ്ണന് കുറെ നല്ല പടങ്ങൾ മാത്രം ഉണ്ടെന്ന് പറഞ്ഞു നടന്നു. അത് ഹിറ്റില്ല, തിയേറ്റർ ഹിറ്റില്ല. കാരണം സിംഗം 2 ആണ് ആളുടെ ലാസ്റ്റ് തിയേറ്റർ ഹിറ്റ്. അപ്പൊ ഒരു 10 പക്ഷെ എനിക്ക് തോന്നുന്ന അറിയോ, ഇത്രയും വർഷത്തിന് ശേഷം ആളുടെ ഇത്രയും കളക്ഷൻ ആ സിനിമയ്ക്ക് വന്നോന്ന് പറഞ്ഞാൽ സൂര്യനോടൊരു ഇഷ്ടമുണ്ട്. അത് ആളുണ്ടാക്കി ചെയ്തു വെച്ച പടങ്ങളുടെയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും
അയൺ കിട്ടില്ല. അത് ഞാൻ കൊമേഴ്ഷ്യൽ സിനിമ പീക്കണത്. അപ്പൊ അങ്ങനത്തെ കുറെ അവിടെ പിന്നെ ഒന്നല്ലാണ്ട് ആള് പുള്ളിയെ എവിടെയോ അല്ലാത്ത ആള് അഭിനയിക്കാൻ അറിയോന്നുള്ളത് ആള് ചെയ്ത് കഴിഞ്ഞ് ഇന്ന ആൾക്കത് കാണിക്കേണ്ടതല്ല. ഇന്ന ആള് ഇപ്പൊ മമ്മൂട്ടിയൊക്കെ ചെയ്യണ ഓരോ ആൾക്ക് ഇഷ്ടമുള്ള ജോണർ പരിപാടികൾ എടുത്ത് പിന്നെ പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഒരു ഹീറോ ആവുമ്പോൾ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് വേണം. ഓരോ ഗ്യാപ്പിൽ ഒരു ഹിറ്റ് വേണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. പക്ഷെ ആള് തിരിച്ചു വന്ന് ഇനിയിപ്പോ ഉള്ള പടങ്ങൾ എനിക്ക് മറ്റേ മമിത ബൈജനുള്ള ഇത് മറ്റേ വിശ്വനാഥൻ ആൻഡ് സൺസ് അത് കൊണ്ടൊരു ഫീൽ ഗുഡ് പരിപാടിയൊക്കെ ആവാനുള്ള സാധനമാണ്. പാട്ട് ഇറക്കിയിട്ട് അപ്പൊ അത് എനിക്ക് നന്നായിട്ട് ഡാൻസ് അപ്പൊ അത് ആ പടം ഉണ്ട്. പിന്നെ ജിത്തു മാധവനായിട്ടുള്ള പടം ആവേശത്തിന്റെ അത് ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പടമായിട്ടാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് കൂടി മറ്റേ പേരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. മറ്റേ ജയ്ഭീമിന്റെ ഡയറക്ടറൊപ്പം അടുത്ത പടമായിട്ട് അനൗൺസ് ചെയ്തു. പിന്നെ ആള് അധികം ഓവറായിട്ട് ഇങ്ങനെ പടം കുറെ അനൗൺസ് ചെയ്തിരുന്ന പരിപാടി ഇല്ല പുള്ളി മറ്റേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ട് ഞാൻ പതിയെ എടുക്ക 50ാമത്തെ പടം പോലും ആയിട്ടില്ല. അപ്പൊ പിന്നെ ഒരെണ്ണം കുറെ നാളായിട്ട് കിടക്കുന്ന സാധനം ഇതുവരെ വന്നിട്ടില്ല. മറ്റേ വെട്രിമാരന്റെ വാടിവാസൽ എന്ന് പറഞ്ഞൊരു പടം ഇതുവരെ ഓരോ പടം കഴിയുമ്പോൾ പറയും വരുന്നു അതുവരെ വന്നല്ലോ. സൂര്യൻ എന്തോ മറ്റേ കാളനെ ഓടിച്ചിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ പഴയ പടങ്ങളാണ് പിന്നെ ഉള്ളത്. നമ്മ പറഞ്ഞ ഗജിനോട്ട് പക്ഷെ കുറെ പടങ്ങൾ ഉണ്ട് ആളുടെ. ഇപ്പൊ നമ്മുടെ വിജയുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ സാധനമാണ് സൂര്യയുടെ ഫസ്റ്റത്തോടെ വിജയുടെ പോണ്. അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട്. പിന്നെ വിജയനായിട്ട് ഫ്രണ്ട്സ് അപ്പൊ അതാണ് ഉള്ളത്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇന്റൻഷനലി മറ്റേ പോഡ്കാസ്റ്റ് അല്ല ഇങ്ങനെ പറയണം എന്നുള്ളൊരു പരിപാടിയല്ല. നമുക്ക് ഇങ്ങനെ പറയണം എന്നുള്ളത് മറ്റേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. അപ്പൊ ഒരു റീകളക്ഷൻ പരിപാടിയാണ്. നമുക്ക് ഉള്ളൊരു ഓർമ്മ പരിപാടി ഉണ്ടാവില്ല ആളെ പറ്റിയിട്ട്. അപ്പൊ പിന്നെ ഒരു വേറെ സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മറ്റേ നല്ല ഹ്യൂമൻ ബീങ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ പേഴ്സണൽ ലൈഫ് പോയിട്ട് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പുള്ളി ഒരു ഇത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ആക്ടർ എന്നുള്ളത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു സാധനമാണ്. പുള്ളി ഒരു ഷോയില് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു പയ്യന് പഠിക്കാൻ പൈസ ഇല്ല. അപ്പൊ എന്തോ ഇതുകൊണ്ട് റിജക്റ്റ് ആയി കോളേജില്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി അപ്പൊ ചോദിക്കും ഇപ്പൊ പൈസ തന്നാ നീ പഠിക്കുമെന്ന്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യമില്ല ആൾക്ക്. അപ്പൊ ആളുടെ മറ്റേ സ്വത്താണെങ്കിലും ബോഡി ആണെങ്കിലും ആള് മരണത്തിന് ശേഷം ആള് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ഒന്നും വേറെ സെലിബ്രിറ്റി ഞാൻ കണ്ടിട്ടില്ല. അത് ഇപ്പൊ കാണുന്നവര് ചിലപ്പോ പറയുമായിരിക്കും നമ്മൾ ഫാൻ ആയതുകൊണ്ട് പൊക്കി പറയണം. പക്ഷെ അതൊരു ആ ഒരു നല്ല മനസ്സുള്ള സാധനം എനിക്ക് തോന്നുന്നു. അതും കൂടി പറഞ്ഞില്ലെങ്കിൽ കംപ്ലീറ്റ് ആവാത്ത പോലത്തെ സാധനം തോന്നി എനിക്ക്. വൈൻഡപ്പ് ചെയ്യാം. കാരണം നമുക്ക് പറയാനുള്ളത് സൂര്യനെ പറ്റി പറയാനുള്ളത് നമ്മൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം.